ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കണത് റവ വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ക്രീമി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പം നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീമിനുള്ള പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക, അതായത് നല്ല കട്ടിയുള്ള പാല്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റവ എടുക്കുക. 1 ലിറ്റർ പാലിന് 3 ടേബിൾ സ്പൂൺ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. നമ്മുടെ റവ ഒന്ന് നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ടാണ് പാൽ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പാല് തിളപ്പിച്ചെടുക്കാം. അപ്പം എന്താ, ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. അപ്പം എന്താ, പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. അപ്പം നമ്മുടെ പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു 4 ക്യൂബ്സ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്, ഉപ്പില്ലാത്തത്. ഇതിന് സോൾട്ടഡ് ബട്ടർ ഉപയോഗിക്കരുത്. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചേർക്കണ്ട. ബട്ടർ ഇല്ലാതെ നമുക്ക് ഈ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ ഐസ്ക്രീം കുറച്ചുകൂടി ഒരു ടേസ്റ്റും ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് ക്രീമി ആയിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഒരു ചെറിയ മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാവേ. ഇതാ നമ്മുടെ ബട്ടർ ഞാൻ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇതാ നമ്മുടെ ബട്ടർ റെഡിയാണ്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഫ്രീസറിലേക്ക് തന്നെ വയ്ക്കാം. ഇതാ നമ്മുടെ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരും കേട്ടോ. പഞ്ചസാര ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മധുരം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഫുൾ ഫാറ്റ് മിൽക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നോർമൽ മിൽക്കിലും ചെയ്യാം. പക്ഷെ അത് കുറച്ച് നേരം നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് വറ്റിക്കണം. അപ്പോൾ തന്നെ നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടുള്ളൂ. ഏറ്റവും നല്ല കട്ടിയുള്ള പാലെടുക്കണതാണേ. നമ്മുടെ പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പാലിൽ നേരത്തെ കുതിർത്ത് വെച്ചില്ലേ റവയുടെ മിക്സ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കൈ എടുക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരണം. മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ പാല് ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത് നമുക്ക് പാലിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പാൽ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും മതിയാവും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനി ചൂടാറുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാകും കേട്ടോ. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ തീ ഓഫ് ചെയ്യാം. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കണ്ടോ, കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ഞാനൊരു മിക്സി ബൗൾ എടുത്തിട്ടുണ്ട്.
നമുക്ക് ആദ്യം ഇതിലേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടി കുറച്ച് എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കുക. ഞാനിവിടെ കുറച്ച് പൈനാപ്പിളിൻ്റെ എസൻസ് ആണ് ചേർക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ എസൻസ് ഒന്നും ഇല്ലെങ്കിൽ ഏലക്ക ചേർത്താൽ മതി. 2 ഏലക്കയുടെ കുരു മാത്രം, തൊണ്ട് ചേർക്കണ്ട. അപ്പം നമുക്ക് നമ്മുടെ എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഐസ്ക്രീം നല്ല ക്രീമി ആയിട്ട് വരുള്ളൂ. അപ്പം നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നു. കണ്ട, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്കൊരു അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രീസറിലേക്ക് ഇത് വെക്കാം. ഒരു 2 മണിക്കൂറിന് ശേഷം പുറത്തെടുക്കാം. അപ്പോൾ അതാ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ നമ്മുടെ ഐസ്ക്രീം നന്നായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. സൈഡിലൊക്കെ നല്ല കട്ടിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്ക് മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്നുകൂടി അടിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന രീതിയിലുള്ള ഐസ്ക്രീം നമുക്ക് കിട്ടുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം. അപ്പോൾ ഞാനിത് ഒന്നുകൂടി ഒന്ന് മിക്സി ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് മിക്സിയിലിട്ട് അടിക്കട്ടെ കേട്ടോ. നമ്മുടെ ഐസ്ക്രീം ഒന്നുകൂടി ഒന്ന് നല്ല ക്രീമി ആയിട്ടുണ്ട്. കണ്ടോ? ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഒരു അലുമിനിയം ഫോയിൽ യൂസ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതാ നന്നായിട്ട് കവർ ചെയ്തു. അപ്പം നിങ്ങൾക്ക് അലുമിനിയം ഫോയിലോ പ്ലാസ്റ്റിക് റാപ്പോ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു 8 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. ഇതിൻ്റെ മുകളിൽ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൂടി കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് 8 മണിക്കൂറിന് ശേഷം നോക്കാം. ഇതാ ഇപ്പോൾ ഒരു 8 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തു. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇതാ നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം എന്താ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും. അത് നിങ്ങൾ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.